ഹലോ. ഇന്ന് രാവിലെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഞാൻ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് പോവാണ്. ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ് അമ്പലപ്പുഴയിൽ പോകണം എന്നുള്ളത്. നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ടാവും അമ്പലപ്പുഴ പാൽപ്പായസം എന്നൊക്കെ. ഇതുവരെ അവിടെ പോകാനായിട്ട് പറ്റിയിട്ടില്ല. ആലപ്പുഴ ജില്ലയിലാണ് നമ്മുടെ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായിട്ട് ഗോശാല കൃഷ്ണനായിട്ടും ഗുരുവായൂരപ്പനായിട്ടൊക്കെയാണ് സങ്കല്പിച്ച് വരുന്നത്. അതായത് ലോകപ്രസിദ്ധമായിട്ടുള്ള അമ്പലപ്പുഴ പാൽപ്പായസവും അമ്പലപ്പുഴ വേലകളിയും ഒക്കെ ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് ാണ്. ഉച്ചപൂജയ്ക്ക് ഇവിടെ പാൽപ്പായസം സേവിക്കാനായിട്ട് ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയിൽ എത്തുമെന്നാണ് ഐതിഹ്യത്തിൽ പറയണത്. പഴയ നാട്ടുരാജ്യമായിരുന്ന ചെമ്പകശ്ശേരിയിലെ ഭരണാധികാരി പൂരാടം തിരുനാൾ ദേവനാരായണൻ ആണ് അമ്പലപ്പുഴയിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ചെന്ന സമയത്ത് നട അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ശിവേലിയും നടക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം നമ്മൾ അമ്പലത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് നോക്കി നടന്നിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് അമ്പലം മൊത്തത്തിൽ കാണാനായിട്ട്. ക്ഷേത്രപ്പണികളൊക്കെ കാണാനായിട്ട് നല്ല രസമാണ്. ഐതിഹ്യങ്ങളും ചരിത്രങ്ങളൊക്കെ അവിടെ ഓരോ സ്ഥലത്തായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതെല്ലാം പുതിയ അറിവുകളായിരുന്നു. ഉപദേവതകളായിട്ട് ഇവിടെ ഉള്ളത് ശിവൻ, ഗണപതി, ഭദ്രകാളി, നാഗദൈവങ്ങൾ എന്നിവരൊക്കെയാണ്. കേരളത്തിൽ തന്നെ 2 തന്ത്രിമാരുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടാണ് നമ്മുടെ അമ്പലപ്പുഴ ക്ഷേത്രം അറിയപ്പെടുന്നത്. രാവിലെ ഒരു 8:45 അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു 10 മണിയോടുകൂടിയാണ് നമുക്ക് ഉള്ളിൽ കയറി തൊഴാനായിട്ട് പറ്റിയത്. കാരണം ഉത്സവത്തോടനുബന്ധിച്ചുള്ള കുറച്ച് പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് തൃക്കൈ വെണ്ണ കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. വാഴയിൽ ഇതുപോലെ കെട്ടിയിട്ട് അതിലൊരു വാഴക്കീറിൽ വെണ്ണയും അതുപോലെ തന്നെ 2-3 ചെറുപഴമാണ് കിട്ടുക. അതുകൂടാണ്ട് ത്രിമധുരത്തിൽ നമുക്ക് അതിൻ്റെ ഒപ്പം കുറച്ച് കൽക്കണ്ടും മുന്തിരിയും കൂടെ ഉണ്ടാവും. ക്ഷേത്രത്തിൻ്റെ ബാക്കി വിശേഷങ്ങൾ അടുത്ത പാർട്ടായിട്ട് ഇടാം. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.